നെസീസ് ആർക്കേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ മാവേലി വരുന്ന പോലെ ആയിപ്പോയില്ലേ ഞാൻ. എന്താക്കാനാണ്, തിരക്കൊക്കെ ആണ്. എന്നാലും ഇപ്പോൾ കുറച്ച് ഒരു സമാധാനം ഉണ്ട് കേട്ടോ, ഹെൽപ്പിന് ആളുള്ളതിനെ കൊണ്ട് തന്നെ. ഇതിപ്പോൾ തലേന്ന് രാത്രി അടുക്കളയൊക്കെ ക്ലീനാക്കി വെച്ചിട്ട് അങ്ങനെ പോന്നിട്ട് ഇപ്പോൾ രാവിലെ അടുക്കളയിലേക്ക് വന്നതിന് ശേഷം നിങ്ങളുള്ളൊരു കാഴ്ചയാണ് കേട്ടോ കാണിച്ചു തരുന്നത്. ഇപ്പോൾ എൻ്റെ പഴയ മിക്സി കേടൊന്ന് ഈ ഒരു മിക്സിയാണ് ഇപ്പോൾ എല്ലാത്തിനും ഉപയോഗിക്കുന്നത്. പിന്നെ അതേപോലെ കെറ്റിലും കേട് വന്നു പോയി. അപ്പോൾ പുതിയതൊന്ന് ഓർഡർ ചെയ്തിട്ട് എന്തൊക്കെയോ തകരാറ് കൊണ്ട് വന്നതുമില്ല കേട്ടോ. അപ്പോൾ അത് മോളെ വീട്ടിൽ നിന്ന് എടുത്തതാണ്. പിന്നെ രാവിലത്തെ അടുക്കള പരിപാടികൾക്കൊക്കെ ആയിട്ട് ഇറങ്ങുകയാണ്. ഇന്നിപ്പോൾ പത്തിരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. തലേന്ന് രാത്രി കുറച്ച് ചിക്കൻ കറി വെച്ചിട്ടുണ്ടേനി. അപ്പോൾ അതിൻ്റെ ബാക്കി വന്നത് ഞാൻ എന്താക്കി, രാവിലെ കുറച്ച് തേങ്ങ അരച്ചിട്ട് കലക്കിയാൽ ഒന്ന് ഇത്തിരി നീട്ടിയാൽ ഇപ്പോൾ നമ്മൾ പത്തിരിയിലേക്കും കറിയാവുമല്ലോ. അപ്പോൾ തലേന്ന് രാത്രി ചിക്കൻ കറി വെക്കുമ്പോഴേ എൻ്റെ മനസ്സിലതായിന് കേട്ടോ, രാവിലെ കറി വേറെ ഉണ്ടാക്കണ്ടല്ലോ എന്നാണ്. നല്ല പണിയാണ് കേട്ടോ. അപ്പോൾ കുക്കിങ്ങൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യേണ്ടത്. മറ്റുള്ള കാര്യങ്ങളാണ് ഹെൽപ്പിന് വരുന്നവർ ചെയ്യുന്നത്. ഇത് തലേന്ന് വെണ്ടക്ക മുളകിട്ടത് പച്ചക്കറിയിലേക്ക് വെച്ചത്. ഇനി പച്ചക്കറി രാവിലെ വെക്കുമ്പോൾ അത് തികയൂല, രാത്രിയിലേക്ക് വേറെ എന്തായാലും വേണ്ടി വരും. പിന്നെ വേറൊരു സന്തോഷം, പിന്നെ വാവ കുറേ ആയിട്ട്, ഒരു വർഷമായിട്ട് ഇവിടെ ഇല്ലേനല്ലോ, തൃശ്ശൂരും. ഒരു വർഷമല്ല, എനിക്ക് 1.5 വർഷത്തോളമായി തോന്നുന്നുണ്ട്, കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ അവനിപ്പോൾ അവിടെ കോഴിക്കോട് മാങ്കാവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു സ്ഥലത്ത് ജോലി കിട്ടിയിട്ടുണ്ട് കേട്ടോ, അൽഹംദുലില്ലാ. അപ്പോൾ ഒരാളും കൂടി ആയി വീട്ടിൽ. എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു ഓൻ ഇല്ലാതായത്. എന്നാലും വേണ്ടിയില്ല, ഇപ്പോൾ അവരുടെ ജോലീൻ്റെ കാര്യമാണ്. എന്നാലും അവിടത്തേക്കാളും ശമ്പളമൊക്കെ കിട്ടുന്നതിനെ കൊണ്ടാണ് അവനിവിടെ ഇന്നലെയാണ് കേട്ടോ ജോയിൻ ചെയ്തത്. അപ്പോൾ ഈ ഒരു സന്തോഷം ഞാൻ നിങ്ങളോട് അറിയിക്കുകയാണ്. കാരണം ഇത് പറയാൻ കാരണം, ഈ ഓൻ പോയ സങ്കടമൊക്കെ ഞങ്ങളോട് പറയലുണ്ടല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. കാര്യമായിട്ടുള്ള ഓർഡറുകളൊന്നും ഞാനിപ്പോൾ കുറച്ചായിട്ട് എടുക്കലില്ലല്ലോ. അപ്പോൾ ചട്ടിപ്പത്തിരി അങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ എടുക്കുന്നല്ല. ഇതിപ്പോൾ സ്ഥിരം എനിക്ക് ഓർഡർ തരുന്നവർക്ക് ഒരു 1.5 കിലോ ബിരിയാണി വെച്ച് കൊടുക്കണം എന്ന് പറഞ്ഞതിനെ കൊണ്ട് അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്നത് തലേന്ന് രാത്രി വാങ്ങിച്ചാണ്. അപ്പോൾ രാവിലെയാണ് കേട്ടോ ഇതൊക്കെ റെഡിയാക്കി എടുക്കുന്നത്. പേപ്പറിലേക്ക് ഇട്ടിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഊരിയിട്ട് കൊടുക്കുകയാണ്. ഈ പത്തിരി ചുടലും പരത്തലും ഒക്കെ തന്നെ ഒരേ സമയം തന്നെയാണ് ചെയ്തതിനെ കൊണ്ട് അതങ്ങനെ വെച്ചാൽ പത്തിരി ആകുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ അവിടെ തന്നെ നിൽക്കണം അതിൻ്റെ മുന്നിൽ. നമ്മൾ ഇഡ്ഡലിയോ പുട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ അത് അവിടെ വെച്ചിട്ട് നമുക്ക് വേറെ പണിക്ക് പോകാം. അപ്പോൾ ഞാൻ വീണ്ടും പത്തിരിയൊക്കെ ചുട്ട് കഴിഞ്ഞതിന് ശേഷം ആ ചിക്കനിലേക്ക് തേങ്ങ അരച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പുതിയ മിക്സിൻ്റെ ജാറുകൊണ്ട് നല്ല മൂർച്ച ഉള്ളതുകൊണ്ട് പെട്ടെന്ന് അരിഞ്ഞ് കിട്ടുന്നുണ്ട് കേട്ടോ. മറ്റേത് പഴയത് പിന്നെ വലിയൊരു മൂർച്ചയൊന്നും ഇല്ലാണ്ടായിട്ടുണ്ട്. ഇനി പിന്നെ തേങ്ങ അരച്ച് കലക്കിയതിലേക്ക് പ്രത്യേകിച്ച് ശരിക്കും പറയുകയാണെങ്കിൽ വറവിടേണ്ട കാര്യമില്ല. പക്ഷെ പിയാപ്പിളൊക്കെ ഭക്ഷണം കഴിക്കാനുള്ളതിനെ കൊണ്ട് ഞാനത് വറവിട്ടതാണ്. പിന്നെ പത്തിരീൻ്റെ കൂടെ തലേന്നത്തെ ചപ്പാത്തി ബാക്കിയുണ്ടേനി, അതും ചൂടാക്കി വെച്ചാൽ ഇക്കാക്ക് ഇഷ്ടമാണ് കേട്ടോ ചപ്പാത്തി. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കാക്ക കഴിച്ചോളും. ഈ ഒരു കുക്കർ ഉണ്ടല്ലോ, ഇൻഡസ് വാലിയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. അത് ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കോണ്ടി. പിന്നെ മോൾക്ക് ആ ഒരു അടുക്കളയിലെ രാവിലത്തെ ചായ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം മോൾക്കുള്ള അവർ വന്നതിന് ശേഷം ഉള്ളിയാണ് കേട്ടോ. 3 ദിവസം ഉള്ളി കൊടുക്കുമല്ലോ. അപ്പോൾ ഒരു ദിവസം ഉണ്ടാക്കിയതാണ് കേട്ടോ അത് കാണിക്കുന്നത്. ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടി നല്ലോണം ഒന്ന് വേവിക്കാൻ വെച്ചാണ്. അങ്ങനത്തെ കുക്കിങ്ങൊക്കെ ഞാൻ തന്നെയാണ് കേട്ടോ ചെയ്യൽ. ബാക്കിയുള്ള കാര്യങ്ങളാണ് ഹെൽപ്പിന് വരുന്നവർ ചെയ്യുക. അപ്പോൾ അവർക്കുള്ള ഫുഡൊക്കെ കഞ്ഞിയായാലും ചോറായാലും ഈ പിന്നെ ഉള്ളിച്ചോറായാലും അങ്ങനത്തെ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ തന്നെയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളാണ്. പിന്നെ എനിക്ക് എന്നും സ്ഥിരമായിട്ട് അടിച്ചു വാരി തുടച്ച് തരും കേട്ടോ. ഡെയിലി അടിച്ചു വാരലില്ലേനി, തുടയ്ക്കലില്ലേനി. ഇപ്പോൾ അവരായതുകൊണ്ട് ഡെയിലി കുറഞ്ഞ സ്ഥലമല്ലേ ഉള്ളൂ താഴെ, അത് എന്നും അടിച്ചു വാരി തുടച്ച് തരും കേട്ടോ. അപ്പോൾ എന്നോട് ചോദിച്ച് ഞാൻ ഹെൽപ്പ് ചെയ്യണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടി വന്നിട്ട് എനിക്ക് ഉള്ളി തൊലി കളഞ്ഞ് തരികയാണ് കേട്ടോ. അപ്പോൾ എന്ത് പറഞ്ഞാലും നമുക്ക് ചെയ്തു തരും. പക്ഷേ നമുക്ക് ഇവിടെ അതിന് മാത്രമുള്ള ജോലികളോ ആൾക്കാരൊന്നും ഇല്ലല്ലോ. അതിനോണ്ട് വലിയൊരു പറമ്പും പിന്നെ വലിയ വീടും അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ചെറിയ മാതിരി ആയതുകൊണ്ട് ചെറിയ കാര്യങ്ങളല്ലേ ഉള്ളൂ. പിന്നെ കുറച്ച് ഉള്ളി തൊലി കളിച്ചെന്ന് അവർ പോയിട്ടോ, കുറച്ച് വെളുത്തുള്ളിയൊക്കെ തൊലി കളഞ്ഞ് തന്നിട്ടുണ്ട്. ഇനി പിന്നെ അതൊക്കെ ഒന്ന് കഴുകി ഞാനൊന്ന് മുറിച്ചെടുക്കുകയാണ്. ബിരിയാണീൻ്റെ റെസിപ്പിയൊന്നും ഞാനിതിൽ ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. ചിലവർക്ക് എൻ്റെ ബിരിയാണീൻ്റെ റെസിപ്പി കാണുമ്പോൾ തന്നെ ദേഷ്യം പിടിക്കും. കാരണം അധികം എന്താ വെച്ചാൽ ഈ ഓരോ സീസൺ വരുമ്പോൾ ബിരിയാണീൻ്റെ പെരുന്നാളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ബിരിയാണിക്ക് നല്ല വ്യൂസ് കിട്ടും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അതങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇടുന്നത്. പിന്നെ അത് അവർക്ക് ചായ കൊടുത്ത് അവരവിടുന്ന് ചായ കുടിച്ച് കഴിഞ്ഞ് പോയി. ഇന്നതിൻ്റെ ശേഷമാണ് കേട്ടോ ഇക്കാക്ക ചായ കുടിക്കുന്നത്. ഇപ്പോൾ കുറച്ചായിട്ട് ഒരുമിച്ചുള്ള ചായ കൂടിയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇക്കാക്ക ഇങ്ങനെ പറയും കുടിക്കാൻ വാ എന്ന് പറയും. പക്ഷേ എനിക്ക് അതിനുള്ള ടൈം ഉണ്ടാവലില്ല. ഞാൻ സ്വസ്ഥമായിട്ട് കുടിക്കാമെന്ന് വിചാരിക്കും.
പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ അവർ മോനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് എണ്ണ തേച്ചിട്ട് ടേബിളിൻ്റെ മേലെ കിടത്തിയേക്കാണ് കേട്ടോ. അപ്പോൾ അതാണ് നിങ്ങൾ നേരത്തെ കണ്ടത്. പിന്നെ അതാ ബിരിയാണിയിലേക്കുള്ള ഉള്ളി. ഇതാ ഈ ഒരു മിക്സിൻ്റെ കാര്യം പറയാതെ വയ്യ കേട്ടോ. നമ്മളിപ്പോൾ അതാ എല്ലാത്തിനും ഇപ്പോൾ ഈ ഒരു മിക്സിയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ആ കേട് വന്നല്ലോ. പിന്നെ അത് ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇത് 2-3 ദിവസം മുമ്പ് എടുത്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ അത്. അപ്പോൾ അതാ ഇപ്പോഴാണ് വോയിസ് കൊടുക്കാനും ഒക്കെ ഉള്ളൊരു എന്താ ഒരു മനസ്സ് വരണമല്ലോ എല്ലാത്തിനും. പിന്നെ ഉള്ളി അവിടെ വെന്ത് വന്നിക്കണ്. പിന്നെ അവൾക്ക് കഞ്ഞി കൊടുക്കാറുണ്ട്. ഈ ഒരു സാധാരണ നെല്ലുത്തേരിൻ്റെ കഞ്ഞിൻ്റെ അല്ല കേട്ടോ, ചോറിൻ്റെ അരിയാണ്. അപ്പോൾ വാങ്ങിയപ്പോൾ കുറേ വാങ്ങിയിട്ട് 5 കിലോ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ എത്രയെങ്കിലുമൊക്കെ ചോറ് വെച്ച് തിന്നുമ്പോൾ ചടപ്പാവുമല്ലോ. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ രാവിലെ 10 മണിയൊക്കെ ആകുമ്പോൾ കഞ്ഞി കൊടുക്കലുണ്ട്. 10 മണി എന്നല്ല, 10-10:30 ആവും, ചിലപ്പം 11 ആവും കേട്ടോ, ചിലപ്പോൾ 9:30 ആവും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. അപ്പോൾ അത് ആ ഒരു ചോറിൻ്റെ അരി തന്നെയാണ് ഞാൻ കഞ്ഞി വെക്കുന്നത്. അതിലേക്ക് കുറച്ച് ജീരകവും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചെടുക്കുകയാണ്. പക്ഷേ ഈ ഒരു കഞ്ഞി അവൾക്ക് തീരെ ഇഷ്ടമായില്ല കേട്ടോ. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് കൊടുക്കുക. പക്ഷേ ഒരു കുടിച്ച് അവൾ പിന്നെ ഇന്നെ പോലല്ല കേട്ടോ. അതൊരു ഭാഗ്യമാണ്. എനിക്ക് ചുമൻ്റെ മരുന്ന് പോലും ഞാൻ കുടിക്കാത്ത ആളാണ്. അവൾ ഈ മരുന്ന് ഐറ്റംസൊക്കെ പിന്നെ എന്തായാലും കഴിക്കും കേട്ടോ, കളയൂല. ഞാൻ എന്നിട്ട് അവളോട് പറയേനി എത്രയോ നല്ല ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടക്കേടാണല്ലോ. ഞാനിതാ 3 പ്രസവം ഞാൻ പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ കഷായം എന്ന് പറഞ്ഞ സാധനം ഞാൻ കുടിച്ചിട്ടില്ല കേട്ടോ. ഫസ്റ്റത്തേക്കും 2ാമത്തേനൊക്കെ എനിക്ക് കഷായം തന്നെങ്കിലും ഞാൻ പുറത്തേക്ക് കളയലാണ്. അപ്പം ഞാൻ പറഞ്ഞിങ്ങനെ ചിരിച്ചപ്പോൾ ഇവർ പറയാണ്, ഹെൽപ്പിന് വന്നവൾ പറയാണ്, പിന്നെ അത് ഓളോട് തന്നെ പറഞ്ഞു കൊടുക്കി, ഓള് ഇങ്ങനെ കഴിക്കാതെ കൂല, നിങ്ങൾ ഉമ്മ കഴിക്കാഞ്ഞാൽ നമുക്കെങ്ങനെ ഓരോട് കഴിക്കുമെന്ന് പറയാൻ പറ്റൂലല്ലോ. പക്ഷെ ഞാൻ പറയും എനിക്കത് ധൈര്യമാണ്. ഓള് എന്തായാലും മരുന്ന് ഓള് കഴിച്ചോളൂ, അതൊരു വലിയ ഭാഗ്യമാണ്. ഓള് പിന്നെ കാക്കയും ഓളൊക്കെ ആ ഒരു ഇതിലാണ്. പക്ഷെ ഞാനാണ് മരുന്ന് കഴിക്കുന്നതിൽ ഭയങ്കര ബാക്കാണ് കേട്ടോ. ചോറ് വെക്കുന്ന അരി കൊണ്ട് തന്നെയാണ് ഞാൻ കഞ്ഞി വെച്ചതെന്നാണ് കേട്ടോ പറഞ്ഞു വരുന്നത്. ഇപ്പോൾ അതാ ഈ ഒരു അരിയിട്ട് ചോറ് വെക്കുകയാണ് കേട്ടോ. ചോറും ഞാൻ നെല്ലുത്തേരി കൊണ്ടാണ്, അവൾക്ക് ഇഷ്ടമാണ് നെല്ലുത്തേരിൻ്റെ ചോറ്. കാരണം വയറൊന്നും ഉറക്കിയൊന്നും ചെയ്യൂലല്ലോ, നല്ല സുഖം ഉണ്ടാവും തിന്നാൻ. ഉള്ളത് കുറച്ചാണെങ്കിലും ഇതിപ്പോൾ 2 നേരത്തേക്കുള്ള ചോറാണ് കേട്ടോ. അപ്പോൾ അവൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, ഇനി പ്രസവിച്ച് കിടന്നാൽ നമ്മൾ പണ്ടൊക്കെ ആണെങ്കിൽ 3-4 നേരം ചോറ് തന്നെയാണല്ലോ. അപ്പോൾ ഇപ്പം എനിക്ക് അങ്ങനെ ചോറ് തരരുതെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ചോറ് അങ്ങനെ കൊടുക്കലില്ല കേട്ടോ. അപ്പോഴും 2 നേരം തന്നെ ചോറ് കൊടുക്കലുള്ളൂ. 10 മണിക്ക് ആ കഞ്ഞിയാണ്. പിന്നെ അത് നമ്മുടെ കൈമാ റൈസാണ് കേട്ടോ. കൈമാ റൈസാണ് ഞാൻ കഴിഞ്ഞ ഏതോ വീഡിയോയിൽ ബിരിയാണീൻ്റെ ചോദിച്ചിട്ടുണ്ടേനി. അപ്പം കൈമാ റൈസ് വെച്ചിട്ടാണ് കേട്ടോ ബിരിയാണി വെക്കൽ. പിന്നെ ആ വേവിച്ച് വെച്ച ആ ഉള്ളി ഉണ്ടല്ലോ, ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും, അപ്പോൾ അത് ചൂടാറിയതിന് ശേഷം മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ച് ശർക്കര ഒക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുത്ത് കുറച്ച് തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ടാണ് കൊടുക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കുടിക്കാനൊക്കെ. എനിക്ക് ബാക്കി ഒരു പാത്രത്തിലെ അളവിലാണോ കൊടുക്കുക, അതിൽ ബാക്കി ഉണ്ടെങ്കിൽ ഒരു കയ്യിലോ ഒരു അര ഗ്ലാസ്സോ ഒക്കെ ഉണ്ടാവും ബാക്കി. അപ്പോൾ ഒരു ദിവസം എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ കുടിക്കാനായിട്ട്. പിന്നെ ഇതാ അരച്ച ആ ഒരു ശർക്കരയും ഉള്ളി അരച്ചിട്ടുണ്ട്, അത് തേങ്ങാപ്പാലിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ബാക്കി പകുതി തേങ്ങാപ്പാൽ കഞ്ഞിയിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചതാണ്. അങ്ങനെ മിക്സ് ചെയ്തിട്ട് ഒക്കെ കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ തമിഴ്നാട് സാമ്പാർ ഞാൻ റീൽസായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വീഡിയോ എടുക്കൽ മുടക്കാനും പറ്റൂല, ഡെയിലി അല്ലെങ്കിൽ ഒന്നരാടെങ്കിലും വീഡിയോ ഇടലുണ്ട് കേട്ടോ ഈ റീൽസായിട്ടൊക്കെ. അപ്പോൾ ഇതിങ്ങനെ ഈ ഒരു ഗ്ലാസ്സിനാണ് കേട്ടോ അവൾക്ക് കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞ് പിറ്റേന്ന് നമ്മുടെ വീട്ടിൽ മോൻ്റെ മുടി കളച്ചിലാണ് കേട്ടോ. ഈ 17-നാണ് മുടി കളഞ്ഞത്. അപ്പോൾ അന്ന് പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം തലേന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് ഹെൽപ്പ് ചെയ്ത് തന്നിട്ട് അടുക്കള ആ നനച്ചുളുക്കി ക്ലീൻ ചെയ്തതാണ്. പിന്നെ ഒന്നും തൊടാൻ പറ്റിയിട്ടില്ലല്ലോ, പ്രസവവും അതും ഓരോ കാര്യങ്ങളും ഹോസ്പിറ്റലും അങ്ങനെയൊക്കെ ആയിട്ട് ആകെ വൃത്തികേടായ പോലെ എനിക്ക് തോന്നുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു 2 മാസം കൂടുമ്പോഴെങ്കിലും ഈ ചുമരൊക്കെ വൃത്തിയാക്കലുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് പറ്റാത്തതുകൊണ്ട് ഞാൻ തലേന്നോളോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് ഹെൽപ്പ് ചെയ്യണം കേട്ടോ, തുടച്ച് തരണം കേട്ടോ പറഞ്ഞപ്പോൾ പിന്നെ അതൊക്കെ ചെയ്തു തരാം കേട്ടോ. എൻ്റെ കൂടെ തന്നെ നമ്മൾ ഓല മാത്രം എന്ത് പണി പറഞ്ഞാലും ഒരു ചെയ്തു തരും. പക്ഷേ അവർക്ക് തന്നെ ഉച്ചവരെ പണി ഉണ്ടാവുമല്ലോ, അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ കണ്ടമാനം പണിയൊന്നും ഇത് പിന്നെ ഒഴിച്ചുകൂടാൻ പറ്റാത്തതായതുകൊണ്ടാണ് ഞാൻ അവരോടൊന്ന് ഹെൽപ്പിന് പറഞ്ഞത്. എനിക്ക് നല്ലോണം ഹെൽപ്പ് ചെയ്ത് തരികയും ചെയ്ത് ജനാലൊക്കെ തുടച്ച് തന്ന്. അപ്പോൾ ഞാൻ ഈ ടൈലൊക്കെ തുടച്ചെടുത്ത് പിന്നെ ഇവർ പ്രസവത്തിൻ്റെ പണിക്ക് പോകുന്നതിന് മുമ്പ് തന്നെ വീട്ടിൻ്റെ ജോലിക്കൊക്കെ പോകുന്ന ആളേനി. പിന്നെ പ്രസവ പണി കിട്ടിയപ്പോൾ പിന്നെ അങ്ങനെ ആയതാണ്. പിന്നെ അത് ഈ ഒരു ഭാഗമൊക്കെ നീക്കി അടിച്ച് വാരുകയാണ് കേട്ടോ, അടിച്ച് വാരി തുടക്കുകയാണ്. കാരണം അവിടെയൊക്കെ നീക്കിയിട്ട് ഞാൻ പറഞ്ഞല്ലോ എത്രയോ ദിവസമായി, ആകെ എന്തോ മനസ്സിനൊരു സമാധാനക്കേടാണ് അത്രയും നാറി പൊയ്ത്ത് കിടക്കുമ്പോൾ. പിന്നെ മുടികളിച്ചിന് വലിയ പരിപാടിയൊന്നുമല്ല, മോളെ 2 നാത്തൂമാരും പിന്നെ ഓലെ ഷോപ്പിലെ 2 സ്റ്റാഫും പിന്നെ നമ്മുടെ ഇക്കാക്കൻ്റെ പെങ്ങന്മാരും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. ഏട്ടനും അനിയനും ഉണ്ടെങ്കിൽ നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെയാണല്ലോ അത്. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ചെയ്തത്.
പിന്നെ അതിൻ്റെ വീഡിയോ ഞാൻ ചെറിയൊരു ക്ലിപ്പിങ്സ് എടുത്തിട്ടുള്ളൂ. ഞാൻ നോക്കട്ടെ, ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ ഇടാം കേട്ടോ. ഇത് ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ച വീഡിയോ ആയതുകൊണ്ടാണ്. പിന്നെ അതാ കാക്കൻ്റെ വലിയ പെങ്ങൾ വരുമ്പോൾ തഴുതാമയും പിന്നെ അതേപോലെ ഈ ഒരു ചീര സാമ്പാർ ചീരയാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വേറെന്തോ പേരാട്ടോ പറഞ്ഞത്. അതുകൊണ്ട് ഇനി അത് ഞാൻ അരിഞ്ഞെടുക്കുക ഉപ്പേരിക്ക് വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് താത്ത വരുമ്പോൾ അതും കൊണ്ടുവന്നിട്ടുണ്ടേനി. പിന്നെ നമ്മുടെ ഈ ഒരു ചെമ്മീൻ പൊടീൻ്റെ ചമ്മന്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആണ് കേട്ടോ. ഇതിപ്പോൾ കുറേ ആയിട്ട് ഇവിടെ ഉണ്ടാക്കാറേ ഇല്ല. അപ്പോൾ ഇതാ ഈ ചെമ്മീൻ പൊടി നല്ലോണം കഴുകി അതിൻ്റെ പൂഴിയൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒഴിവാക്കിയതിന് ശേഷം അതൊന്ന് വറുത്ത് വെച്ച് പിന്നെ വറ്റൽമുളക് വറുത്ത് പിന്നെ അതേപോലത്തെ ഒരു ഇടിക്കല്ലിൽ ഇതൊക്കെ കുറേ കൊല്ലം മുമ്പ് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ അത്. അപ്പോൾ അതിലിട്ടിട്ടാണ് ഞാൻ ഈ ഒരു ചമ്മന്തി പൊടിച്ചെടുക്കൽ. പിന്നെ ആ മുളക് ഒരുവിധം പൊടിഞ്ഞപ്പോൾ കേട്ടോ, ഒരുപാട് പൊടിഞ്ഞിട്ടൊന്നുമില്ല, മിക്സിയിലിട്ട് പൊടിയുന്ന അത്രയൊന്നും. അതിലേക്ക് പിന്നെ ഞാനിതാ തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. തേങ്ങ പിന്നെ അതേപോലെ തന്നെ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടി ചതച്ച് പിന്നെ അതിൽ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ചതച്ചെടുത്തിട്ടാണ് കേട്ടോ ഈ ഒരു ചമ്മന്തി റെഡിയാക്കൽ. ഇതിൻ്റെ ഇടയ്ക്ക് പ്രാണികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാറുന്നുണ്ട് കേട്ടോ. വൃത്തികേടായിട്ടൊന്നും തോന്നരുത്. ഇപ്പോഴത്തെ അടുക്കളയിൽ ഇതാണ് അവസ്ഥ. കഴിയുന്നതും ഞാൻ നനവ് വരുമ്പോഴേക്കും അത് തുടച്ച് മാറ്റലുണ്ട്. പക്ഷെ എന്നാലും ഇത് വരുമല്ലോ. പിന്നെ അത് നല്ലോണം ചതഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വീണ്ടും നല്ലോണം ഒന്ന് ചതച്ചെടുക്കുകയാണ്. പിന്നെ ഇത്തിരി തേങ്ങൻ്റെ നനവും കൂടി ഉണ്ടാവുമല്ലോ, നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാനായിട്ട്. വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടേ. പിന്നെ അതാ വാരിപ്പോയിട്ടോ ഇവിടെ. ഇപ്പോൾ ഭക്ഷണം കഴിക്കാനൊക്കെ ആളുകൾ കൂടുതലും ഉണ്ട്. ഇത്രയൊന്നും പോരാ ഇനി ശരിക്ക്, പക്ഷേ വാരിപ്പോയി. ഞാൻ പറയാൻ അത് അമ്മി അതിനെങ്കിൽ ആ ചമ്മന്തി പൊടിച്ചത് അമ്മിയിലതിനെങ്കിൽ കുറച്ച് ചോറിട്ടിട്ട് കഴിക്കുകയിനിന്ന്. പിന്നെ അത് നമ്മൾ പച്ചക്കറി വെച്ചിട്ടുണ്ടെങ്കിൽ അത് വറവിട്ട് ആ ഒരു ചീനച്ചട്ടിയിലേക്കാണ് നമ്മൾ ഉപ്പേരി വെക്കുന്നത്. ഉപ്പേരിയിലേക്ക് കുറച്ച് കടുകൊക്കെ വറവിട്ടതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഒരു സാമ്പാർ ചീരയും പിന്നെ തഴുതാമൻ്റെ ഇലയും കൂടി കുറച്ചേ ഉള്ളൂ, രണ്ടും. അപ്പോൾ വേറെ ആക്കാനില്ല. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് തേങ്ങയും പിന്നെ ചുവന്നുള്ളിയും ഒക്കെ കൂടി നമ്മൾ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ചതയ്ക്കുമല്ലോ, സാധാ ഉപ്പേരിക്ക് ചതയ്ക്കുന്ന മാതിരി അങ്ങനെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി ഇതൊന്നും പെട്ടെന്ന് അലിഞ്ഞു പോയ മാതിരി ആയിപ്പോയി കേട്ടോ സാമ്പാർ ചീര. ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്.